പായസങ്ങൾക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. പായസം കുടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാതെ വേണ്ടത് അതിന് ചടങ്ങിന് പ്രസക്തിയില്ല. അതായത് മറ്റു പ്രസംഗം, കാരണം ഓണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ നല്ല ഓർമ്മകളുണ്ട്. കയറ്റി വെച്ച് ഓണത്തിൻ്റെ ഒരു 2 കോടി രൂപയുടെ വാഴയില കയറ്റി വെച്ചു. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഇഡലിയും ഇതുപോലെയെല്ലാം കപ്പലിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പം നമ്മളിത് ഓണം എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഒരു വൈകാരികമായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആഘോഷം തന്നെയാണ്. പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലെ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇന്ത്യയിലെ എന്നായി ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഓണമില്ലാത്ത രാജ്യമില്ല എന്ന നില. കാരണം മലയാളി എവിടെയുണ്ടോ അവിടെ ഓണമുണ്ട്. അപ്പൊ ലോകത്തിന്റെ എല്ലാ കോണുകളിലും എല്ലാ രാജ്യത്തും മലയാളി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണഗതിയിലുള്ള പരമ്പരാഗതമായ ശൈലി പഴയ കാലത്തെ ഒന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ ബാല്യകാലം ഓർത്തെടുക്കുമ്പോൾ പൂ പറിക്കാൻ പോയതും അതിൻ്റെ ഒത്തുകൂടിയിരുന്നതും കുടുംബത്തിലെ വലിയ കൂട്ടായ്മയും അയൽപക്കത്തുള്ള കുട്ടികളുടെ കൂട്ടായ്മയും അതിൻ്റെയൊക്കെ നിറമുള്ള ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു ജൻസിക്ക് ഒരിക്കലും അത് പറയാൻ കഴിയില്ല. അങ്ങനെ നാട്ടിൻപുറത്ത് പൂവും കാണാനില്ല. അതും ഇപ്പോൾ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കയറ്റി കൊണ്ടുവരുന്ന നിലയിലേക്ക്. പക്ഷേ ഇപ്പോൾ സമീപ കാലങ്ങളായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു വലിയ നട്ടു വളർത്തി അതും വിൽപ്പന നടത്തുന്ന നിലയിലൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചിന്തിച്ചു 10 ദിവസം പൂവിട്ടിട്ടും ഒക്കെയുള്ള ഒരു ഓണം. ഏതായാലും ആ ഓണത്തെക്കുറിച്ച് നമ്മൾ നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ആളുകൾക്ക് നാവിൽ മധുരം നമുക്ക് വെള്ളം ഊറുന്നൊരു അവസ്ഥയാണ്. പക്ഷെ ലൂംലാൻഡിലെ പായസത്തിന് കുറിച്ച് നല്ല ഡിമാൻഡ് ഉണ്ടാകുന്നത് അത് മറ്റൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് വിശ്വാസ്യതയോടെ അത് വാങ്ങി കഴിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അതൊരു വലിയ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഈ വർഷവും അത് മുടങ്ങാതെ നടത്താൻ തയ്യാറായ അതിൽ ഉത്തരവാദപ്പെട്ട ആളുകളെ ഞാൻ അഭിനന്ദിക്കുന്നു. ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. പായസമേളയുടെ വേദിയിൽ ഏതെങ്കിലും ഒരു പ്രാതിനിധ്യത്തിൽ പങ്കെടുത്തു വരുന്ന ശീലമുള്ളതാണ്. ഇത്തവണ നിലവിൽ സാധ്യതയില്ലാത്തൊരു വർഷമാണിത്. പക്ഷേ നേരത്തെ മേയർ പൂർവ്വകാല സേവനത്തിനൊരു നന്ദി എന്ന രീതിയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നേരത്തെ അതിനുപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഇതാണ്, നല്ല മാധ്യമ വാർത്ത കിട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ വിജയം എന്ന് പറയുന്നത്. ഈ വർഷവും സന്തോഷപൂർവ്വം കണ്ണൂർ ആഘോഷിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ജില്ലയുടെ എല്ലാ മേഖലകളിലും എല്ലാ കോണുകളിലും ഓണാഘോഷം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ജില്ലാതല ഓണാഘോഷം 24-ാം തീയതിയോട് കൂടെ നമ്മുടെ ജില്ലയിൽ ആരംഭിക്കുകയാണ്. 30 വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാനത്തിൽ ഒട്ടൊടുക്കെ ഓണാഘോഷ പരിപാടികളുണ്ട്. നമ്മുടെ ജില്ലയിലും വളരെ ഭംഗിയായിട്ട് വിവിധ വകുപ്പുകളും അതുപോലെ തന്നെ കോർപ്പറേഷനും അതുപോലെ MLA യുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഇവൻറ്റുകളും ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കണ്ണൂരിലെ KTDCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുഴുപ്പിലങ്ങാട് നമുക്കൊരു പുതിയൊരു കോട്ടയാട് കൂടെ വന്നിട്ടുണ്ട്, ഒരു ഹോട്ടൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലും പുതിയ പ്രൊമിനേഡിലാണ് അവരിപ്പോൾ പായസമേള നടത്തിയപ്പോൾ അതിന് അനുമതി കൊടുക്കുകയുണ്ടായി. അവിടെയും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. KTDCക്ക് എപ്പോഴും ആ ഒരു ലെഗസി ഉണ്ട്. ഏതെങ്കിലും ഒരു ഗ്രീൻഫീൽഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഏറ്റവും നല്ല ടൂറിസം ആക്ടിവിറ്റി ആദ്യം കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്ന സാഹചര്യം KTDC അങ്ങനെയാണ് കേരളത്തിലെ ടൂറിസത്തിനെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. ഞാൻ ടൂറിസത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ട് ഒരു 1.5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് KTDC അടുത്ത് കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് പറ്റി. ഒരു പായസമേള സംഘടിപ്പിച്ചതിന് സംഘടകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ട MLA
ഫാമിലിക്കും കൗൺസിലർമാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി. ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ദിഷ ദീപക്, ബഹുമാനപ്പെട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കണ്ണൂർ കോർപ്പറേഷനും KTDCയുടെ പേരിലും ലൂംലാൻഡിന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളു. അമ്പലപ്പുഴ പായസം